അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിസ്കാരം പോലെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഖുർആൻ പാരായണവും. അതായത് നിസ്കാരത്തിന് ശേഷമുള്ള ഖുർആൻ പാരായണം. അതിലെ ഏറ്റവും പ്രധാനം സുബ്ഹി നിസ്കാരത്തിന് ശേഷമുള്ള ഖുർആൻ പാരായണം നമ്മൾക്ക് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രാവിലെ മിക്കവാറും എല്ലാവർക്കും രാവിലത്തെ നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാൻ പറ്റാറുണ്ടാവില്ല അല്ലേ? കാരണം ഞാൻ എന്നും ഓതാറുണ്ട് കേട്ടോ. എനിക്ക് ഈ പരിശുദ്ധ ഖുർആൻ എൻ്റെ കൈകളിൽ വന്ന അപ്പം മുതൽ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ട് വായിക്കുന്ന ഒരാളാണ്. എത്ര പ്രാവശ്യം വായിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഞാൻ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചിലപ്പോൾ ഒരു ജ്യൂസൊക്കെ ഇരുന്ന് വായിക്കും. അങ്ങനെ നന്നായിട്ട് ഖുർആൻ പാരായണം നടത്തുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾക്ക് രാവിലത്തെ ജോലിക്ക് നേരത്തെ പോകാനുള്ള ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലൊക്കെ വായിക്കാൻ പറ്റാണ്ട് വരാറുണ്ട്. അവർക്കുള്ളൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മൊബൈലുള്ള ആളുകളാണെങ്കിൽ യൂട്യൂബിലൊക്കെ ഖുർആന് ഇങ്ങനെ ഓതിയിട്ട് ഓരോ സൂറത്തും ഓതി വെച്ചിട്ടുണ്ട്, അറബിയിൽ തന്നെ. അത് നമുക്ക് ചെവിയിൽ വെച്ച് കേട്ട് പഠിച്ചിട്ട് നമുക്ക് നിസ്കാരം കഴിഞ്ഞ ശേഷം നമുക്കിരുന്ന് ഓതാം. അതൊരു 10, 15, 20, 25 എത്ര വേണമെങ്കിലും നമുക്ക് ഓതാം. അപ്പോൾ നമുക്കത് കാണാതെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വായിക്കുന്ന ആ സമയം നമുക്ക് മിസ്സാവില്ല. അപ്പം നമുക്ക് ഓതാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കല്ലാതെ വീട്ടുപണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇയർഫോൺ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ നമുക്കത് കേട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെ ഓതാൻ കഴിയും കേട്ടോ. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്രാ ആയത്ത് 78 പറയുന്നുണ്ട്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെ നിശ്ചിത സമയങ്ങളിൽ നീ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടുള്ള പ്രഭാത നിസ്കാരവും നിലനിർത്തുക. തീർച്ചയായും പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ഇതെല്ലാവരും ഓർക്കണം കേട്ടോ. അപ്പോൾ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നതിൽ എത്രയധികം പ്രധാനമുണ്ടെന്നുള്ളത് ഓർക്കുക. എല്ലാവർക്കും രാവിലെ നേരത്തെ ഇട്ട് വായിക്കാൻ പറ്റണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.